പ്രിയമുള്ളവരെ, അവർക്കും സ്കൂളിംഗ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. BSc നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ അഡ്മിഷന് വേണ്ടിയുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും ആപ്ലിക്കേഷൻ്റെ രജിസ്ട്രേഷൻ ഐഡിയും പാസ്വേഡും നൽകി വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്താൽ ഈ ഒരു പേജിലേക്കാണ് എത്തുക. ഇവിടെ അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് എന്നതിന് നേരെ കാണുന്ന വ്യൂ അലോട്ട്മെൻറ്റ് എന്ന ലിങ്കിൽ പ്രസ് ചെയ്യുക. ഈ ഒരു വിദ്യാർത്ഥിക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചതാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ BSc നഴ്സിംഗിനാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചിരിക്കുന്നത്. മേക്ക് പേയ്മെൻറ്റ് എന്ന ലിങ്കിൽ കയറി പേയ്മെൻറ്റ് നടത്തൽ നിർബന്ധമുള്ള കാര്യമാണ്. അല്ലാത്ത പക്ഷം ഈ ഒരു സീറ്റ് നഷ്ടപ്പെടും എന്ന് മാത്രമല്ല, പിന്നീടുള്ള സെക്കൻഡ്, തേർഡ് അലോട്ട്മെൻറ്റുകളിലേക്ക് ഈ ഒരു വിദ്യാർത്ഥിയെ പരിഗണിക്കുന്നതുമല്ല. പേയ്മെൻറ്റ് നടത്തിയ ശേഷം ജോയിൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക് അവർ നൽകിയിട്ടുള്ള തുക തിരികെ ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു LBSൻ്റെ അഡ്മിഷൻ പ്രോസസ്സ് അവസാനിക്കുന്ന ഘട്ടത്തിൽ നിങ്ങളുടെ അക്കൗണ്ട് നമ്പറും ബാങ്ക് ഡീറ്റെയിൽസും നൽകാനുള്ള ഒരു ലിങ്ക് വെബ്സൈറ്റിൽ ലഭ്യമാകുന്നതാണ്. ആ ഒരു അക്കൗണ്ടിലേക്ക് നിങ്ങൾ നൽകിയിട്ടുള്ള തുക പിന്നീട് 3-4 മാസങ്ങൾക്ക് ശേഷം ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. രണ്ട് രീതിയിൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. ഒന്ന് ചലാൻ പേയ്മെൻറ്റ്, രണ്ടാമതായിട്ട് ഓൺലൈനായിട്ട് ഇപ്പോൾ തന്നെ പേയ്മെൻറ്റ് നടത്തുക. ഇവിടെ ഒന്നാമത്തെ ഓപ്ഷനായിട്ട് നൽകിയിട്ടുള്ളത് ചലാൻ പേയ്മെൻ്റ് ആണ്. അതിൻ്റെ താഴെ നൽകിയിട്ടുള്ള പ്രിൻ്റ് ചലാൻ എന്ന ലിങ്കിൽ കയറി ചലാൻ പ്രിൻ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഫെഡറൽ ബാങ്കിൻ്റെ ശാഖയിൽ പോയിട്ട് പേയ്മെൻറ്റ് നടത്താൻ വേണ്ടി സാധിക്കുന്നതാണ്. പക്ഷേ അങ്ങനെ നിങ്ങൾ പേയ്മെൻറ്റ് നടത്തിയാൽ അത് എഫക്റ്റിൽ വരാൻ ചിലപ്പോൾ 24 മണിക്കൂറോളം സമയം എടുക്കാറുണ്ട്. ഏറ്റവും നല്ലത് ഓൺലൈൻ പേയ്മെൻറ്റ് തന്നെയാണ് രണ്ടാമത്തെ ഓപ്ഷൻ. മേക്ക് പേയ്മെൻറ്റ് എന്ന ലിങ്കിൽ പ്രസ് ചെയ്യുക. പിന്നീട് എത്തുന്ന പേജിൽ മുകളിലായിട്ട് വലതുവശത്തായി കാണുന്ന UPI എന്ന ലിങ്കിൽ പ്രസ് ചെയ്യുക. ഉടൻ തന്നെ ഗൂഗിൾ പേയുടെ ഓപ്ഷൻ ഇവിടെ താഴെ കാണാവുന്നതാണ്. ജിപേ എന്നതിൽ പ്രസ് ചെയ്യുക. പിന്നീട് താഴെയായിട്ട് നിങ്ങളുടെ ഗൂഗിൾ പേയിലുള്ള UPI ID ടൈപ്പ് ചെയ്ത് നൽകാനുള്ള ഒരു ബോക്സ് കാണാവുന്നതാണ്. അതവിടെ ടൈപ്പ് ചെയ്ത് നൽകിയ ശേഷം @the ശേഷം ഒരു എക്സ്റ്റൻഷൻ ഉണ്ടാകും. അത് നിങ്ങളുടെ UPI IDയിൽ തന്നെയുള്ളതാണ്. അത് സെലക്ട് ചെയ്ത് നൽകി വെരിഫൈ എന്ന ഐക്കണിൽ പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ പേര് ഇവിടെ കാണിക്കുന്നതാണ്. മുകളിലായിട്ട് ഗ്രീൻ കളറിൽ കാണിക്കുന്നതായിരിക്കും. അതിനുശേഷം പേ നൗ എന്ന ലിങ്കിൽ പ്രസ് ചെയ്താൽ മതിയാകുന്നതാണ്. നിങ്ങളുടെ UPI ID ലഭിക്കാൻ ഗൂഗിൾ പേ തുറന്ന ശേഷം നിങ്ങളുടെ പ്രൊഫൈൽ ഫോട്ടോയുടെ മുകളിൽ പ്രസ് ചെയ്താൽ താഴെയായിട്ട് UPI ID എന്ന് കാണാവുന്നതാണ്. ഒരുപാട് വിദ്യാർത്ഥികൾ ഒരുമിച്ച് വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് കൊണ്ടായിരിക്കാം മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കുന്നില്ല. നിങ്ങൾ ആപ്ലിക്കേഷനിൽ നൽകിയിട്ടുള്ള ഓപ്ഷനുകൾ എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം ഇപ്പോഴുണ്ട്. പുതിയ ഓപ്ഷൻ നൽകാൻ വേണ്ടി സാധിക്കുന്നതല്ല. നൽകിയിട്ടുള്ള ഓപ്ഷനിൽ ആവശ്യമില്ലാത്തവ ഉണ്ട് എങ്കിൽ അത് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും അതുപോലെ തന്നെ നൽകിയിട്ടുള്ള ഓപ്ഷൻ്റെ സ്ഥാനവും മാറ്റാൻ വേണ്ടി സാധിക്കുന്നതാണ്. അത് നിങ്ങളുടെ പ്രൊഫൈൽ പേജിൽ അതിനുള്ള ലിങ്ക് ലഭ്യമാണ്. കൂടാതെ വെബ്സൈറ്റിൻ്റെ ഹോം പേജിൽ അലോട്ടഡ് ലിസ്റ്റ് എന്നൊരു ലിങ്ക് നൽകിയിട്ടുണ്ട്. അതുവഴി ഓരോ കോളേജിലും ഏതൊക്കെ റാങ്ക് വരെയുള്ളവർക്ക്, ഏതൊക്കെ ഇൻഡെക്സ് വരെയുള്ളവർക്കാണ് അലോട്ട്മെൻറ്റ് നൽകിയത് എന്നുള്ള കാര്യവും നിങ്ങൾക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നതാണ്. കൂടുതൽ വിശദമായിട്ടുള്ള വീഡിയോയുമായിട്ട് പിന്നീട് കാണാം. ഏവർക്കും നന്ദി, നമസ്കാരം.